മംഗലാപുരത്തെ പഴയ തുറമുഖമായ ബന്ദറിൽ നിന്നും പുഴ കടന്ന് ബങ്കര ഐലൻഡിലേക്ക് നടത്തിയ ഫെറി ബോട്ട് യാത്രയുടെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണുന്നത്. മംഗലാപുരത്തിൻ്റെ പുരാതന സംസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രാധാന്യമുള്ളതാണ് ബന്ദർ തുറമുഖം. 1975 മംഗലാപുരത്ത് പുതിയ തുറമുഖം വരുന്നതുവരെ ബന്ദർ തുറമുഖമായിരുന്നു പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായും ലക്ഷദ്വീപുമായും യൂറോപ്പുമായും ഒക്കെ വാണിജ്യ വ്യാപാര ബന്ധം പുലർത്തിയിരുന്ന തുറമുഖം. വളരെ പ്രധാനപ്പെട്ട ചരിത്ര പാരമ്പര്യമുണ്ട് ഈ തുറമുഖത്തിനും മംഗലാപുരം നഗരത്തിനും. വിവിധ രാജവംശങ്ങൾ, വിജയനഗര രാജവംശവും നായക്സ് രാജവംശവും പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ ഈ തുറമുഖത്തിൻ്റെ നിയന്ത്രണത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരാലിയും ടിപ്പുവും ഏറെക്കാലം തുറമുഖത്തിൻ്റെ നിയന്ത്രണം കൈയടക്കി വച്ചിരുന്നു. ബന്ദറിനും ബങ്കര ദ്വീപിനും ഇടയിലുള്ള ഗുരുപുര നദി ക്രോസ് ചെയ്താണ് ഫെറി ബോട്ടുകൾ സർവീസ് നടത്തുന്നത്. 10 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ബന്ദര ദ്വീപിലുള്ള തദ്ദേശവാസികൾക്കും അതുപോലെ വിവിധ ബീച്ചുകളിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾക്കും ഉപകാരപ്പെടുന്നതാണ് ഈ ഫെറി ബോട്ട് സർവീസ്. രാവിലെ 7:30 മുതൽ രാത്രി 9 വരെ തുടർച്ചയായി ബോട്ട് സർവീസുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഫിഷിംഗ് ഹാർബറാണ് ഇപ്പോൾ ബന്ദർ തുറമുഖം. പുരാതന കാലം മുതൽ തന്നെ യൂറോപ്യന്മാരുമായും അറബികളുമായും വ്യാപാര ബന്ധം പുലർത്തിയിരുന്ന തെക്കൻ കർണാടകത്തിലെ വ്യാപാരികൾ ബന്ദർ തുറമുഖത്തു നിന്നുമാണ് കാപ്പിയും കുരുമുളകുമൊക്കെ കയറ്റി അയച്ചിരുന്നത്. പുതിയ തുറമുഖം പനമ്പൂരിൽ 1975 ഉദ്ഘാടനം ചെയ്തതിന് ശേഷം പഴയ തുറമുഖമായ ബന്ദറിൻ്റെ പ്രാധാന്യം കുറഞ്ഞു. നിലവിൽ 100 കണക്കിന് വലിയ ഫിഷിംഗ് ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഇപ്പോൾ മത്സ്യബന്ധന നിരോധനമുള്ള സീസണായതിനാൽ ബോട്ടുകളൊക്കെ വിശ്രമത്തിലാണ്. ഏകദേശം 15 മിനിറ്റോളം ഉള്ള യാത്ര വളരെ ശാന്തമായ ഒരു പുഴയിലൂടെ തിരമാലകളൊന്നും ഇല്ലാതെ ആട്ടവും അനക്കവുമില്ലാതെ ബോട്ട് ശാന്തമായി സഞ്ചരിച്ചു. യാത്രക്കാരിലധികവും വിദ്യാർത്ഥികളാണ്. സ്കൂൾ വിട്ടു മടങ്ങുന്ന വീടുകളിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥികളും അതുപോലെ പോയി തിരികെ പോകുന്ന ആൾക്കാരൊക്കെയാണ്. ബങ്കര ദ്വീപിൽ പ്രധാനമായിട്ടും മത്സ്യബന്ധന ഉപജീവനം നടത്തുന്ന ആൾക്കാർ നിലവിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുമാണ് താമസിക്കുന്നത്. മംഗലാപുരം കോർപ്പറേഷൻ്റെ കീഴിലെ 2 വാർഡുകളാണ് ബങ്കര ദ്വീപിലുള്ള. ഇവിടെ പ്രധാനമായിട്ടും ഉള്ള ദ്വീപിലെ പ്രധാനപ്പെട്ട ബീച്ചാണ് തണ്ണീർബാവി ബീച്ച്. വേറെയും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തണ്ണീർബാവി ബീച്ചാണ്. ഞങ്ങൾ ഈ യാത്ര നടത്തുന്നത് തണ്ണീർബാവി ബീച്ച് കാണാനുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ്. ബോട്ട് അതിൻ്റെ യാത്ര തുടരുന്നു. വളരെ
മനോഹരമായ കാഴ്ചകളാണ്. ഏകദേശം ബോട്ട് ജെട്ടിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുമുള്ള ഭാഗത്തൊക്കെ ധാരാളം ഫിഷിംഗ് ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. ജെട്ടിയിലേക്ക് സാവധാനം ബോട്ട് അടുക്കുകയാണ്. ബെൻഗ്രെ ദ്വീപിലേക്കുള്ള ഞങ്ങളുടെ ബോട്ട് പതുക്കെ ജെട്ടിയോട് ചേർന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൂരെ കര കാണാം. നല്ലൊരു യാത്രാ അനുഭവമായിരുന്നു ഈ ഫെറി ബോട്ട് സർവീസ്. ഇവിടെ ബോട്ടിറങ്ങി ഞങ്ങൾ പിന്നീട് ഏകദേശം 5 കിലോമീറ്റർ ദൂരെയുള്ള തണ്ണീർഭാവി ബീച്ചിലേക്കാണ് യാത്ര പുറപ്പെട്ടത്.